ദജ്ജാലിന്റെ ഷർറിനെ തൊട്ട് ദുആ ചെയ്യാൻ. എല്ലാ നിസ്കാരത്തിലും ഫർള് നിസ്കാരത്തിൽ മാത്രമല്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നതിൽ മസീഹിദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിന്റെ ഷർറിനെ തൊട്ട് കാക്കണമെന്ന് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദുആ ഫർള് നിസ്കാരത്തിൽ മാത്രമല്ല, മയ്യിത്ത് നിസ്കാരം അല്ലാത്ത എല്ലാ നിസ്കാരത്തിലും അത് സുന്നത്ത് തന്നെ. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് പ്രകാരം ബഹുമാനപ്പെട്ട ഫുഖഹാ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കിതാബിലും അത് പറഞ്ഞിട്ടുണ്ട്. ഈ ദജ്ജാൽ ഇവിടെ ആഖിർ സമാനിൽ വന്നിട്ട് ചെയ്യണ പണി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ദജ്ജാൽ പറയും, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാ. എന്താ പറയാ? ഞാൻ പടച്ച റബ്ബാനടാ, എല്ലാവരും ഞാനാണ് റബ്ബെന്ന് അംഗീകരിക്കണമടാ, വിശ്വസിക്കടാ എന്ന് പറയും. ആരായത് നമ്മളെ പഠിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ദജ്ജാൽ വന്നിട്ട് പറയും ഞാൻ റബ്ബാണെന്ന് പറയും. എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ. ആ ആൾക്കാരൊക്കെ നേരം വെളുത്താലും കാണാം ഇൻഷാ അല്ലാഹ്. പോണ വണ്ടികൾ ഓട്ടോറിക്ഷകളും നേരം വെളുത്താലും കാണാം. എന്നെ നേരം വെളുത്താൽ കാണണമെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് വരേണ്ടി വരും. കുറച്ച് വീരാൻകുട്ടിക്ക് മുടക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഓട്ടോറിക്ഷ അതിലെ പോയിക്കോട്ടെ, കാറ് പോയിക്കോട്ടെ, കോണി പോയിക്കോട്ടെ, കുട്ടികളൊക്കെ പോയിക്കോട്ടെ. അതിലെ പോണ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാ പോണ ആൾക്കാർ മുസ്ലിമീങ്ങൾ മാത്രമൊന്നുമല്ല, മുസ്ലിം അല്ലാത്തവരും പോകുന്നുണ്ട്. എല്ലാവർക്കും ആരോഗ്യം പടച്ച റബ്ബ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഒരാൾ രോഗമായാലും മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ആരാകട്ടെ, അയാൾ രോഗത്തിലായി കിടക്കുമ്പോൾ നമുക്കൊരു വിഷമാണ്. അതുകൊണ്ട് അള്ളാഹു എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. സദസ്സിൽ വന്നവർക്ക് പ്രത്യേകിച്ച് അള്ളാഹു തആല സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, എന്റെ പെങ്ങളെ, ദജ്ജാൽ വന്നിട്ട് പറയാ ഞാൻ പടച്ച റബ്ബാനടാ. ആ ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരുത്തനെ പിടിക്കും. ദജ്ജാൽ ഒരുത്തനെ പിടിക്കും, അല്ലെങ്കിൽ ഒരുത്തിയെ പിടിച്ചിട്ട് വാളുകൊണ്ട് വെട്ടും. വാളുകൊണ്ട് വെട്ടുമെന്ന് മാത്രമല്ല, തീ ഇങ്ങനെ കത്തിയ ആളാണ്. തന്നെ വിശ്വസിക്കാത്തവനെ, ദജ്ജാലിനെ പറ്റി ഈമാനില്ലാത്ത ആളെ തീയിലേക്കിടും. ജനങ്ങളെ ദൃഷ്ടിയിൽ അയാൾ കരിഞ്ഞു പോകും. ജനങ്ങളെ കാഴ്ചയിൽ അയാൾ തീയിൽ കിടക്കുകയാണ്. പക്ഷേ വാസ്തവത്തിൽ യഥാർത്ഥ ഈമാനുള്ളവനിക്ക് പ്രയാസം വരുന്നില്ല. അപ്പൊ ദജ്ജാൽ ഇവിടെ ജനങ്ങളുടെ കാഴ്ചയിൽ, അതേസമയം ദജ്ജാലിനെ കൊണ്ട് വിശ്വസിച്ചവർക്ക് ദുനിയാവിൽ പല നേട്ടങ്ങളും ദജ്ജാൽ ചെയ്തു കൊടുക്കുകയാണ്. ഹദീസിലുള്ളതാണ്. അപ്പൊ അത്ഭുതം കാണിച്ചത് കൊണ്ട് ഒരാൾ മഹാനാവൂലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ദജ്ജാൽ വലിയ മഹാനാകേണ്ടതാണ്. പിന്നെ അള്ളാന്റെ വലിയ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ സദഖല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വതആല. കുട്ടികൾക്കൊന്നും അതറിയില്ല. ഇപ്പത്തെ മുത്തഅല്ലിമീങ്ങൾക്കും അറിയില്ല. അത് ഏപ്പിക്കാരെ മദ്രസ പഠിച്ചാലും ദർസ് പഠിച്ചാലും ഈക്കക്കാരെ ദർസ് പഠിച്ചാലും ആർക്ക് ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഈ ദിക്റൊന്നും അറിയില്ല. പഴയ കാലത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ആലിമീങ്ങൾക്ക് അറിയും പോലെ ഇപ്പത്തെ മുസ്ലിംമാർ ചെറുപ്പക്കാരായ കുട്ടികൾക്കൊന്നും അറിയില്ല. ചെല്ലുമോനെ, അതുകൊണ്ട് ഇതൊക്കെ പഠിക്കണം. നമ്മളെ മാനപ്പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, സുന്നികൾ ഏത് ഗ്രൂപ്പാണെങ്കിലും വേണ്ടില്ല, സുന്നികൾ ഇതൊക്കെ നല്ലോണം പഠിക്കണം. അത് പഠിപ്പിച്ചവരാണ് ആര്? എന്റെ ഉസ്താദാണ് തെന്നൽ അബൂ ഹനീഫൽ ഫൈസി ഉസ്താദ്. എന്റെ ഉസ്താദായ തെന്നൽ അബൂ ഹനീഫൽ ഫൈസി ഉസ്താദിന്റെ ഉസ്താദാണ് ശൈഖുനാ ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ. അവരാണ് കേരളത്തിലെ ഫൈസി പടക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത്. ഫൈസി പടയാണ് കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിനെ പഠിപ്പിച്ചത്. ആ ഫൈസി പടയിൽ പെട്ടവരാണ് പാറന്നൂര് PP മൊയ്തീൻ കുട്ടി മുസ്ലിയാരടക്കം ഒരുപാട് ഫൈസിമാര്. സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഫൈസി പടയിൽപ്പെട്ട ആളാണ്. കൊമ്പം മുഹമ്മദ് മുസ്ലിയാരി ഫൈസിയാണ്. അല്ലാഹുവേ, ശൈഖുനാ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാരെ ശിഷ്യന്മാർ നല്ല നിയ്യത്തോടുകൂടി ഇഖ്ലാസുള്ള മുഴുവൻ ശിഷ്യന്മാർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്.
ഇതൊന്നും ഇങ്ങനത്തെ ദിക്റൊന്നും നമ്മളെ മജ്ലിസിൽ പറയൂല. പഴയ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട MKM കോയ മുസ്ലിയാർ 15 ദിവസമല്ല, ചിലപ്പം 3 ആഴ്ച, ചിലപ്പോ 1 മാസം ഫുള്ളായിട്ട് വഅദ് പറഞ്ഞിട്ടുണ്ട്. എവിടെ? ലക്ഷദ്വീപില് കവരത്തിയിലും മറ്റു പല സ്ഥലത്തും 2-3 ആഴ്ചകൾ ഒരേ മനുഷ്യൻ, ഒരേ ഉസ്താദ് വഅദ് പറഞ്ഞിട്ടുണ്ട്. അവരെ വഫാത്തിന് ശേഷം ആഴ്ചകളോളം വഅദ് പറയാൻ ലക്ഷദ്വീപിൽ കവരത്തിയിൽ ഞാനും പോയിട്ടുണ്ട്. ചെറിയ എപി ഉസ്താദ് ശൈഖുന കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസ്താദ് ആഴ്ചകളോളം ബഹുമാനപ്പെട്ട കോയ ഉസ്താദിന്റെ കാലത്തിന് ശേഷം ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് കവരത്തിയിൽ വഅദ് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഉസ്താദിന് ആഫിയത്തില്ലായതിന് ശേഷം കുറെ കാലം ഞാനും ദിവസങ്ങളോളം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പഴമക്കാരുടെ വഅദിന്റെ മൂല്യം നമ്മളെ വഅദിന് കിട്ടൂല. അന്ന് അവരൊരു അസ്സവജൽ എന്ന് പറഞ്ഞാൽ സദസ്സിൽ നിന്നും മുഴങ്ങല. എന്താ മുഴങ്ങല് എന്നറിയോ? എന്താ മുഴങ്ങല്? സ്വദഖല്ലാഹു അസ്സവജല്ലഹു വതആല. നമ്മളെല്ലാരും ഐക്യത്തിലപ്പോ. ആര്? സുന്നികളെല്ലാരും ഐക്യത്തില. എന്ത് വിഷയത്തില്? ഇങ്ങനത്തെ ദിക്റൊന്നും കൂടുതൽ ചെല്ലൂല എന്നുള്ള വിഷയത്തിൽ, ജുമുഅക്ക് നേരത്തെ വരൂല എന്നുള്ള വിഷയത്തിൽ. ഒരു അൽക്കൈഫ് വെള്ളിയാഴ്ച വന്നിട്ട് നമ്മൾ ഏപ്പിക്കാരും ഈക്കക്കാരും ആരായാലും ശരി ഓതൂല എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഐക്യത്തില്ല. അതിലൊക്കെ നമ്മൾ ഐക്യ, വേറെ പലതിലും അനൈക്യുണ്ടെങ്കിലും അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിന് ഖൈറായ വിഷയത്തിൽ ഐക്യപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന് ഐക്യത്തിലാകാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ശൈഖുനാ CM വലിയുള്ളാഹ് അടക്കമുള്ള മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അവരൊക്കെ ജീവിച്ചു കാണിച്ചു തന്ന പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അപ്പൊ അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയാ, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാന്റെ വലിയകൾ ആരാണ്? മുത്തഖീങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നഫീന്റെ ഇൻ ഔലിയാഉഹു, ആ അള്ളാന്റെ ഔലിയാക്കൾ അല്ല, ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങളല്ലാതെ അല്ല. അതുകൊണ്ടാണ് ഇമാം മുതഅല്ലിമീങ്ങളെ ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങളെ കിതാബാണ് ജാമിഉ കറാമാത്തിൽ ഔലിയാ. ജാമിഉ കറാമാത്തിൽ ഔലിയാ എന്ന കിതാബിൽ അതാ പറയുന്നു, ഇമാം ഖുശൈരി തങ്ങൾ പറഞ്ഞത് രേഖപ്പെടുത്തുന്നു, അള്ളാന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നവൻ, അള്ളാന്റെ ദീനിന്റെ ഇൽമിനെ പ്രചരിപ്പിക്കുന്നവൻ, അവനാണ് വലിയ വലിയ. അവരെക്കാളും വലിയ വലിയില്ല. അതാണ് വലിയ കറാമത്ത്. അതാണ് ബഹുമാനപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് അതാ നഫീസത്ത് മാലയിൽ പറയുന്നു, ഉദിത്ത് റബ്ബിൽ ഏകൽ പോലെ തോന്ന ഇബാദത്തെ ഉണ്മയിൽ ഇടവിടാതെ ദായിമൻ എടുത്തേ മതിപ്പെടാജ്ഞാനം പലതും ന്യായമാൽ പഠിത്തേ മാനിയായ ബാക്കിയോനിൽ പ്രിയമാൽ അടുത്തേ ഉദിപ്പകലിലൊക്കെയും നൽനൊമ്പതും പൊടിത്തേ ഉറങ്ങിടാതെ രാവിൽ നിണ്ട് തൊഴുതിടും ബിസാത്തേ ഉദിപ്പകലിലൊക്കെയും നൽനൊമ്പതും പൊടിത്തേ ഉറങ്ങിടാതെ രാവിൽ നിണ്ട് തൊഴുതിടും ബിസാത്തേ പതിയും ബിസ് ഹജ്ജദൈ പണിന്ത് ബൻഗുണത്തെ പറ്റി അഹ്ലുൽ ബൈത്തിലേറ്റം പോരിശാലബീത്തെ പറ്റി അഹ്ലുൽ ബൈത്തിലേറ്റം പോരിശാലബീത്തെ ദിഹ്നിലെന്നും അല്ലാഹ് എന്നുൾ നിനവോശീലാമത്തെ ദിക്ർ തസ്ബീഹും തഹ്ലീൽ തന്നിൽ ഹലാണൈത്തെ ദിക്ർ തസ്ബീഹും തഹ്ലീൽ തന്നിൽ ഹലാണൈത്തെ. ഇത് നഫീസത്ത് മാലയാണ്, നമുക്ക് ചെല്ലാൻ മറന്നുപോയതാ. നമ്മളെ പഴയ ഉമ്മമാര് വല്ലാതെ പ്രയാസപ്പെട്ട സമയത്ത് നഫീസ ബീവി മഹദിയായ നഫീസ ബീവി CM വലിയുള്ളാന്റെ മാതിരിയല്ല, മുഹ്യിദ്ദീൻ ശൈഖിന്റെ മാതിരിയല്ല. പിന്നെയോ
CM വലിയുള്ള കുറെ ബാക്കിലുള്ള ആളാണ്. അല്ലാഹുവിന്റെ റസൂലിനേക്കാളും സ്വഹാബത്തിനേക്കാളും താബീങ്ങളെക്കാളും കുറെ ബാക്കിലുള്ള ആളാണ്. മുന്നിലുള്ള ആളെ അത്ര മഹത്വം ബാക്കിലുള്ളവർക്ക് കിട്ടൂല. വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ എന്ന് പറഞ്ഞാൽ ഞാൻ CM വലിയുള്ളാനെ കുറ്റം പറഞ്ഞു എന്ന് മനസ്സിലാക്കണ്ട. നേരെ ആദ്യ കാലക്കാര് വലിയ മഹാന്മാരാണ്. സ്വഹാബത്ത് ഔലിയാക്കളെ ലീഡർമാര് ആരാണ്? സ്വഹാബികളാണ്. ഔലിയാക്കളെ ലീഡർമാരാരാണ്? മൊഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് ആണോ? അള്ളാഹ് പഠിച്ച ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ വലിയ ഔലിയാക്കളാരാ? വലിയ സ്ഥാനമുള്ളത് മൊഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും ആണോ? അല്ല. അള്ളാഹ് പഠിച്ച അത് നമ്മൾ ശരിക്കും മർത്തബകളും സ്ഥാനങ്ങളും ദറജകളും ശരിക്കും മനസ്സിലാക്കണം. അത് CM വലിയുള്ളാക്ക് വരെ ഇഷ്ടമില്ലാത്ത സംഗതിയാ. CM വലിയുള്ള ബദരീങ്ങളെക്കാളും വലിയ കാര്യപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ CM വലിയുള്ളാന്റെ ഒക്കെ നടി കിട്ടും. അപ്പൊ ഏറ്റവും വലിയ പൊരുത്തുള്ളവരാരാ? വലിയ ബറക്കത്തുള്ള ഔലിയാക്കന്മാരാരാ? ഒരാൾ പറഞ്ഞല്ലോ, ആ പറഞ്ഞാക്ക് അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. എന്താ പറഞ്ഞേ? സിദ്ദീഖുൽ അക്ബർ. അതാണ് അള്ളാന്റെ സ്വഹാബികളാണ്. സ്വഹാബി റസൂലുള്ളാഹിനെ കണ്ടവർ. കണ്ണില്ലാത്ത സ്വഹാബികളുണ്ട്, അവര് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അള്ളാന്റെ റസൂലിനെ കണ്ടിട്ടില്ലെങ്കിലും ഈമാനോടുകൂടി റസൂൽ കൂടിയിട്ടുണ്ട്. അതേ നിലക്ക് വഫാത്തായിട്ടുണ്ട്. ആ സ്വഹാബികൾ റസൂലുള്ളാഹിനെ കൊണ്ട് അനുഭവിക്കും. മരുമകൻ അലിന്റെ ഉന്നതമടിത്തട്ടിലായി തന്റെ പാവന ശിരസ്സും വെച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പകലവൻ മാറം ഞങ്ങിപ്പോയി. അന്നത്തെ അസ്റിന്റെ സമയവും കഴിഞ്ഞു. അലിയാരെ നമസ്കാരം ഖളായി കഴിഞ്ഞു. അംബിയ മകുടത്തിൻ മയക്കവും തെളിഞ്ഞു. അലിപോലി കഥനത്താൽ മനം പൊട്ടിക്കരഞ്ഞു. വന്യ റസൂലുടൻ കാരണം ചോദിച്ചു, നിനക്കുള്ള വ്യാകുലമെന്ത്, എന്തിന് ദുഃഖിച്ചു? അലി അപ്പോൾ ഉന്നിടുന്നു അസറിന് എന്നോട് ഖളാ എന്ന് പുന്നാരത്തിരുനബി മരുമകൻ അലിന്റെ. അതെ, ഇതിന്റെ ആ പാട്ടിന്റെ അർത്ഥം ഞാൻ പറയാൻ പോവാണ്. അള്ളാന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ വലിയ നേതാക്കന്മാർ അവര് സ്വഹാബികളാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാ? മൻ ഇജ്തമഅ ബിനബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബായ തങ്ങളെ കൂടെ ഒരു ചെറിയ സമയമെങ്കിലും ഈമാനോടുകൂടെ അയാൾ മുഅ്മിനായിട്ട്, അല്ലെങ്കിൽ ആ പെണ്ണ് മുഅ്മിനായിട്ട്, ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്, അല്ലെങ്കിൽ ആണും പെണ്ണും അല്ലാത്ത ഖുൻസ, ഒരു മുസ്ലിമായ ഒരാള് ഒരു ഈമാനോടുകൂടി റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ പറ്റുകയും അതേ ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്തു. മുർത്തദ്ദായിട്ടില്ല. മുർത്തദ്ദായ ഭാഗ്യം കെട്ട ചില ആൾക്കാരുണ്ടായിട്ടുണ്ട്. ആ ഭാഗ്യം കെട്ടവരല്ല. ഹബീബായ തങ്ങളെ കൂടെ മുഅ്മിനാകാൻ അവസരമുണ്ടായി, തങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ട് അത് ഈമാനോടുകൂടി അങ്ങ് മരിച്ചു പോയാൽ അവരെ പേരെന്താ കുട്ടികളെ? അങ്ങനെയുള്ള മരിച്ചുപോയ ആൾക്കാർ റസൂലുള്ളാഹിന്റെ കൂടെ ഈമാനോടെ ഒരുമിച്ച് കൂടിയിട്ട് ആർക്കും പറയാം. അതേ ഈമാനോട് കൂടി മരണപ്പെട്ടു പോയവർ സ്വഹാബി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. സമ്മാനം കൊടുക്കുന്നു പറഞ്ഞാൽ പിന്നെ കൊടുക്കണ്ടേ ഉസ്താദെ? അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ആ സ്വഹാബി എന്നാ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ കൂടെ ഈമാനോടുകൂടി ഒരുമിച്ച് കൂടിയവരാരാണ്? സ്വഹാബികളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമ്മാനം സ്പോൺസർ ചെയ്തത് നമ്മൾ കമ്മിറ്റിന്റെ സെക്രട്ടറിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്തിലാക്കട്ടെ. എന്താ മോനെ, സ്വഹാബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കൂടെ ഒരുമിച്ച് കൂടിയ ആളാണല്ലേ? അല്ലാഹു തആല ഖൈറാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്തോനേഷ്യന്റെ 10,000 ഉറുപ്പിയക്ക് തുല്യമായ ഇന്ത്യന്റെ സംഖ്യയാണ് കൊടുക്കാൻ പോണത്. അല്ലാഹു തആല ബർക്കത്തിലാക്കട്ടെ. എന്തായാലും ഇന്തോനേഷ്യന്റെ 10,000ന്റെ മുകളിലുണ്ടാവും, കുറവ് ഏതായാലും ഉണ്ടാവില്ല. ഈ കുട്ടിന്റെ പേര് അമൻ സയാൻ ആയിക്കോട്ടെ. അള്ളാഹു നല്ല ഖൈറിലും ബർക്കത്തിലും ആക്കട്ടെ. ഈ കുട്ടിന്റെ വാപ്പ അവിടെ ഇല്ല, എവിടെ പോയി? CC ഉണ്ട്. അല്ലാ, റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൊണ്ടുവന്ന ആളാണ് CC. വാപ്പ എവിടെ? തൃശ്ശൂരാണ്. ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്.
അള്ളാഹു ഈ കുട്ടിക്കും ഈ കുട്ടിന്റെ വാപ്പാക്കും ബാപ്പാന്റെ വാപ്പാക്കും ബാപ്പാന്റെ വാപ്പാന്റെ വാപ്പാന്റെ വാപ്പമാര് മുഅ്മിനായ എല്ലാ വാപ്പമാർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ അവരാണ് റസൂലുള്ളാഹിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലുള്ള വലിയ ഔലിയാക്കന്മാരാരാണ്? സ്വഹാബികളാണ്. ഈ കുട്ടിക്ക് എല്ലാത്തിന്റെ ഉത്തരം അറിയാം. പറയും മാഷാ അല്ലാഹ്. എല്ലാരും പറയും മാഷാ അല്ലാഹ്. പറയ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറഞ്ഞാൽ കണ്ണേറ് തട്ടൂലാന്ന് കിതാബിലുണ്ട്, ഖുർആനിലുണ്ട്. അതുകൊണ്ടാ, വേറൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങളോട് ഇടങ്ങേറുണ്ടായിട്ടല്ല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അത് എപ്പോഴും നമ്മൾ ചെല്ലണം, എപ്പോഴും ചെല്ലണം. ലെറ്റ്സ് ഗോ. കുട്ടിയൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞൊക്കെ അറിയും, കാരണം അവർ നല്ലോണം പഴയ കാലത്തമായിരുന്നല്ല. എനിക്ക് ആകെ 2-3 ഇംഗ്ലീഷേ അറിയുള്ളൂ, 2-3 വാക്ക്. അതിപ്പോ എന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞു തീരും ഇൻഷാ അല്ലാഹ്. കുട്ടികളുമായിരുന്നു നമുക്കറിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം എന്താണ്? സ്വഹാബികളാണ് അള്ളാന്റെ ഔലിയാക്കന്മാരെ വലിയ കാര്യപ്പെട്ടവർ. ആ ഔലിയാക്കന്മാരിൽപ്പെട്ട സ്വഹാബികളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാന്റെ പേരാണ് നേരത്തെ ആരോ ഒരാൾ പറഞ്ഞത്. അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ മുഹിദ്ദീൻ ശൈഖാണോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണോ വലിയ വലിയ? ഉറപ്പല്ലേ? ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖ് സ്വഹാബി അല്ല. സ്വഹാബികളാണ് അള്ളാഹുവിന്റെ റസൂൽ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാന്മാർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളാണ്. അത് ശരിക്ക് പഠിച്ച് ഉറപ്പിച്ചു വെക്കണം. ഇല്ലാത്ത സ്ഥാനം കൊടുക്കാൻ പാടില്ല. ഇവിടെ ഇപ്പൊ പ്രസംഗിക്കുന്ന മുസ്തഫ സഖാഫി ഉണ്ടല്ലോ, അയാൾ കാന്തപുരത്തിനെക്കാളും വലിയ ആളാ. മറ്റേ സഖാഫി ഉണ്ടല്ലോ ഓൺലൈനിൽ പരിപാടി എടുത്തനെ, അയാൾ എപി ഉസ്താദിനെക്കാളൊക്കെ മേലുള്ള ആളാ. അത് പാടില്ല. ഓരോരുത്തരുടെ സ്ഥാനം മനസ്സിലാക്കി വെക്കണം. ഓൺലൈനിൽ 10,000 ആൾക്കാർ അല്ലെങ്കിൽ 4 ലക്ഷം ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ട് വെച്ചിട്ട് അയാൾ കാര്യപ്പെട്ട ആളാവൂല. അതൊക്കെ ആയത് ഈ ശൈഖുന കാന്തപുരത്തിനെ കൊണ്ടാണ്. ഓരോരുത്തരുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അദബുകേടാ. ബഹുമാനപ്പെട്ട ശൈഖുന ശൈഖുൽ മശായിഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പിൽക്കാലത്ത് വന്ന ആളാണ്. അല്ലാഹു തആല ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സഖാഫികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആലിമീങ്ങൾക്കും വലിയ ഖൈർ ബറക്കത്തുകൾ നൽകണേ അല്ലാഹ്. അവർക്കൊക്കെ വലിയ പുരോഗതി, എല്ലാ മുഅ്മിനീങ്ങൾക്കും വലിയ പുരോഗതി ദുനിയാവിലും ആഖിറത്തിലും നൽകണം അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഓരോരുത്തരുടെ സ്ഥാനം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്നതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആരെയും മോശമാക്കിയതല്ല. സ്വഹാബികളെ പറ്റി പറയുമ്പോ സ്വഹാബികളെ സ്ഥാനത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല മുഹിദ്ദീൻ ശൈഖ്. കാരണം മുഹിദ്ദീൻ ശൈഖ് സ്വഹാബി അല്ല, മുഹിദ്ദീൻ ശൈഖ് താബിഈ അല്ല, മുഹിദ്ദീൻ ശൈഖിന് ഷാഫി ഇമാമിന്റെ സ്ഥാനമില്ല, അബൂ ഹനീഫ തങ്ങളെ സ്ഥാനമില്ല, ഇമാം മാലിക് തങ്ങളെ സ്ഥാനമില്ല. അതുകൊണ്ടല്ലേ അവരെ മുഖല്ലിദാണല്ലോ ഇമാം ഷാഫി, ഇമാം മുഹിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഞാൻ എപ്പോഴും മുഹിദ്ദീൻ ശൈഖിനെ 1000 വട്ടം വിളിക്കുന്ന ആളാണ്. എനിക്ക് മുഹിദ്ദീൻ ശൈഖിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ബഹുമാനം ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പൊ അള്ളാന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ വലിയ ആളാരാണ്? വലിയ ആളാരാ? സിദ്ദീഖ് തങ്ങളാ. 2ാം സ്ഥാനക്കാരനാരാ? അതെ, അതാരാ പറഞ്ഞാൾ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാ പറഞ്ഞാളൊന്ന് കൈവെക്കോ? മൂപ്പരാണ്. മൂപ്പരുടെ പേരെന്താ? അബൂബക്കർ അബൂബക്കറാക്ക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല 1ാം ഖലീഫ ഔലിയാക്കളെ വലിയ നേതാവിന്റെ പേരാ മൂപ്പരുടെ പേര്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പേരാണ്. ആർക്ക്? മൂപ്പരെ ബാപ്പ അല്ലെങ്കിൽ മൂപ്പരെ വല്യാപ്പ അല്ലെങ്കിൽ മൂപ്പരെ വല്യമ്മ മൂപ്പര് കിട്ടത്. ആ സിദ്ദീഖ് തങ്ങളെ കൂടെ കൂടാൻ അബൂബക്കർക്കാക്കും നമുക്കും അല്ലാഹു സ്വർഗത്തിൽ വെച്ച് വലിയ ഭാഗ്യം നൽകണം അല്ലാഹ്. 2ാം സ്ഥാനക്കാരനാണ് ഉമർ ബിൻ ഖത്താബ്. 3ാം സ്ഥാനക്കാരനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. കണ്ട ഓരോ മാല തുടങ്ങുമ്പോഴും അവരെ പേര്, അവരെ 4ആളെയും മുന്നിൽ പറഞ്ഞിട്ടാ അവര് തുടങ്ങുന്നത്. ഇതിപ്പോ ഞാൻ എന്റെ മുമ്പിലുള്ള നഫീസത്ത് മാലയാണ്. അധികാരക്കാർക്കും ചെല്ലാൻ കിട്ടാത്തൊരു മാലയാണ് നഫീസത്ത് മാല. അതാ പെരിയ പേര് അബൂബക്കർ സിദ്ദീഖിലും റളിയല്ലാഹ്
പൊലിവരെ ഉദക്കവും തായന്തനിൽ യാ അല്ലാഹ് അരശരാം ഫാറൂഖ് ഉമർ വലിയിലും റളിയല്ലാഹ് ആരരെ കടാക്ഷവും ഈ നദ്മിതിൽ ഏകല്ലാഹ് പിരിശരാം ഉസ്മാൻ ബിൻ അഫ്ഫാനിലും റളിയല്ലാഹ് പ്രിയരെ ഉദക്കവും ഈ മാലയിൽ ഏകല്ലാഹ് കരുത്തരാം ഇമാം അലി പൂലിയിലും റളിയല്ലാഹ് കരുണരെ പൊരുത്തവും ഈ കോർവയിൽ ഏകല്ലാഹ്. 4 വലിയ ഔലിയാക്കന്മാരായ ഏറ്റവും വലിയ ഔലിയാക്കന്മാരുടെ പേര് ഫസ്റ്റിൽ പറഞ്ഞു. അതിന്റെ മുമ്പ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു. ഒരുപാട് വരികൾ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ഇങ്ങനെയാണ്. ഇതാണ് യഥാർത്ഥ വിലായത്ത്, യഥാർത്ഥ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ സ്വഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബർക്കത്തുള്ളവരാരാ? ബർക്കത്തുള്ളവർ ആരാ? അത് ബദരീങ്ങളാണ്. അതുകൊണ്ടാണ് അറിവീരേ ബദറിന്റെ അഹിൽകൾക്ക് സുവന്ദാറാൽ അഹിദാവൻ നബി നാവാൽ ഖദ് ബുശിറ ഹീന അഹ്മദാർ യഖൂലു യാ അഹ്ലൽ ബദറാ കറങ്ങൾ ചെയ്തതും എന്നി ചെയ്യും ഖത്തദംബ ഗഫറല്ലാഹു മണ്ടറുകളെ മർത്തബ കറങ്ങൾ ചെയ്തതും എന്നി ചെയ്യും ഖത്തദംബ ഗഫറല്ലാഹു മണ്ടറുകളെ മർത്തബ ഏകി കമൽ മുഹ്താജു മക്കില്ല യനി ബി തൗബ ഉലമാക്കൾ മുഖദ്ദിമോർ മുഫസ്സിരീന അവർ ചൊന്ന് ഉരതോട്ട് പലേ ബന്നം ഖിലാഫ് വന്നേ അതിയും ഉറപ്പായ സ്വഹീഹേടു തുരത്തിടുന്നേ ഉരത്തിടുന്നേ. മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിന്റെ തുടക്കത്തിലുള്ള ആമുഖത്തിലുള്ള വരികളാ പറഞ്ഞത്. ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ നേതാക്കന്മാര് സ്വഹാബികളാണ്. സ്വഹാബികളെ നേതാക്കന്മാര് ബദരീങ്ങളാണ്. ബദരീങ്ങളെ കൂട്ടത്തിൽ നേതാക്കന്മാര് അശറത്തുൽ മുബശ്ശിരീങ്ങൾ 10 ആളാണ്. അശറത്തുൽ മുബശ്ശിരീങ്ങളെ കൂട്ടത്തിൽ നേതാക്കന്മാര് ഖുലഫാഉൽ അർബഅത്ത് നേരത്തെ പറഞ്ഞ 4 ആളാണ്. അവരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആള് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അപ്പൊ ഏറ്റവും വലിയ ആള് ആരായി? അബൂബക്കർ സിദ്ദീഖ് തങ്ങളായി റളിയല്ലാഹു തആല അൻഹും. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും ബറക്കത്തുള്ളവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണം അല്ലാഹ്. ആ അലി റളിയല്ലാഹുവിന്റെ ഒറ്റ കറാമത്താണ് ഇപ്പൊ ഞാൻ പാടിയ പാട്ട്. അപ്പൊ ആ സ്വഹാബത്തിന്റെ തൊട്ടടുത്തുള്ള ആളാണ് ആര്? നഫീസ ബീവി, നഫീസത്തുൽ മിസ്രിയ ബീവി. നഫീസത്തുൽ മിസ്രിയ ബീവി ആരാ? നഫീസത്തുൽ മിസ്രിയ ബീവി ഫാത്തിമ ബീവിന്റെ മോനായ ഹസൻ എന്നവരുടെ മകൻ ഒരു സെയ്ദ് എന്നവരുണ്ട്. ആ സെയ്ദ് എന്നവരെ മകൻ ഒരു ഹസൻ എന്നവരുണ്ട്. അവരെ മോളാണ്. അതാണ് നഫീസ ബീവി. ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂഫീസത്തെ പൊന്നിവറി ചൊല്ലുവാൻ സനത്തിനാൽ 100 ചാതുർ പത്തെ ജബദനിൽ പക്കായ മക്ക ദിക്കതില്ലൂദീത്തെ. അല്ല തന്റെ അമ്പിനാലെ ആദരിത്തമ്മയിത്തെ ഫാത്തിമൻ നബിന്റെ മകൾ ഫാത്തിമ ബി പേറ്റേ. നല്ല മകനായ ഹസനാരിൽ, ഇവിടെ ഹസനായിരുന്ന വേണ്ടത്, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിന്റെ മോനായ ഹസൻ തങ്ങളെ മോനാണ് സെയ്ദ് എന്നവര്. സെയ്ദ് എന്നവരെ മോനാണ് ഹസൻ എന്നവര്. അപ്പൊ സെയ്ദ് എന്നവരെ ബാപ്പാന്റെ പേരും ഹസനാണ്, സെയ്ദ് എന്നവരെ മോന്റെ പേരും ഹസനാണ്. ആ ഹസൻ എന്നവരുടെ മോളായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ കണ്ണങ്ങള് അല്ല തന്റെ അമ്പിനാലെ ആദരിത്താമൈത്തെ ഫാത്തിമൻ നബിന്റെ മകൾ ഫാത്തിമ ബി പേറ്റേ. നല്ല മകനായ ഹസനാരിൽ
ഫാത്തിമ ബീവിന്റെ മോനായ ഹസൻ തങ്ങളെ പേരക്കുട്ടിയാണ്. ഹസൻ എന്നവരെ മകൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് എന്നവരെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, അവരെ മകൾ നഫീസ റളിയല്ലാഹു അൻഹ. അതിൽ ഹസൻ എന്നാ വേണ്ടത്, എല്ലാ അച്ചടിയിലുള്ളത് നല്ല മകനായ ഹുസൈനാരിൽ എന്നാണ്. തെറ്റാണ്. റസൂലുള്ളാഹിന്റെ മോളായ ഫാത്തിമ ബീവിന്റെ മോനായ ഹസൻ എന്നവരുടെ മകൻ സെയ്ദ്, സെയ്ദ് എന്നവരെ മകൻ ഹസൻ, ഹസൻ എന്നവരെ മകള് ഫാത്തിമ നഫീസത്തുൽ മിസ്രിയ. അങ്ങനെയാണ്. ഹുസൈനാരെ പേരക്കുട്ടിയല്ല, ഹസൻ എന്നവരെ പേരക്കുട്ടിയാണ്. ഹസൻ ഹുസൈൻ എന്നവർ രണ്ടുപേരും റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ്. രണ്ടാളും ഇരട്ട കുട്ടികളാണോ? ആണോ? അല്ലേ? റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളായ ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും ഇരട്ട കുട്ടികളാണോ? ആന്നാ പറഞ്ഞത്. ആന്ന് പറഞ്ഞല്ലോ ഒരു കുട്ടി. അൽഹംദുലില്ലാഹ്, പറഞ്ഞ കുട്ടിക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. സംഗതി ഇരട്ട കുട്ടികളല്ല. അല്ല, ഈ പെരുമുഖത്ത് ചിലപ്പോ ഏതോ ഒരു വാപ്പ രണ്ട് ഇരട്ട കുട്ടിയൊക്കെ ചിലപ്പോ ഹസൻ ഹുസൈൻ എന്ന് പേരിട്ടിട്ടുണ്ടാവും. ഫാത്തിമ ബീവിന്റെ മക്കളായ, ശരിക്ക് പഠിച്ചു വെച്ചോ, ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹു ദമ്പതികൾക്ക് 5 മക്കൾ എന്തായാലും ഉണ്ട്. 2 അല്ല, 5 മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഹസൻ എന്ന കുട്ടിയാണ് ഈ 5 മക്കളെ കൂട്ടത്തിൽ ഏറ്റവും മൂത്ത കുട്ടി. ആരാണ്? ഹസൻ എന്ന കുട്ടിയാണ്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി 1 കൊല്ലം കഴിയുമ്പോഴാണ് രണ്ടാമത്തെ കുട്ടിയായ ഫാത്തിമ ബീവിന്റെ മോളായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പെറ്റിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാളും ഇരട്ടകളല്ല മോനെ, ആ ധാരണ തിരുത്തണം. അതുകൊണ്ട് ഇരട്ടകൾക്ക് അങ്ങനെ പേരിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളായ ഹസനും ഹുസൈനും ഇരട്ടകളല്ല. അതാണ് ഹസൻ എന്നവരെ പേരക്കുട്ടിയായിട്ടാണ് നഫീസ ബീവി ജനിക്കുന്നത്. നല്ല മകനായ ഹസനാരിൽ ഉത്ഭവിത്തേ, അവിടെ ഹുസൈനാരിൽ എന്നുള്ള അച്ചടി തെറ്റാണ്. നല്ല മകനായ ഹസനാരിൽ ഉത്ഭവിത്തേ, നാദർ സെയ്ദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനിത്തേ, ബല്ലിയെ കണക്കിൽ സുഹറ ബീക്ക് 3ാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ, പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ, പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ. ഞാൻ ഏതായാലും പാടിപ്പറയുന്ന ആളാണ്. അപ്പൊ കുറച്ച് ഞാൻ പാട്ട് പാടിയിട്ട് ഇൻഷാ അല്ലാഹ് അവസാനം CM വലിയുള്ളതിനെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. മണി എത്ര? 8:45 കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ്